ജൻസികൾക്ക് എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് താല്പര്യം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അലസമായി നടക്കുന്ന ഒരു തലമുറയെ ഇവിടെ സൃഷ്ടിച്ചതാര് എന്നൊരു ചോദ്യമുണ്ട്. അലസമായിട്ട് നടക്കുന്ന ഒരു തലമുറ ഇവിടെ സൃഷ്ടിച്ചതാരെന്ന്. അതിനകത്ത് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ഏറ്റവും കൂടുതലായിട്ടുള്ളത് നമ്മളുടെ മാനവ വിഭവശേഷി മന്ത്രാലയത്തിനാണ്. കോക്രോച്ചുകളെ സംബന്ധിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് അവർ, അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ചെറുപ്പക്കാരാണ്, ഇവിടുത്തെ തൊഴിലില്ലായ്മ നേരിടുന്ന ചെറുപ്പക്കാരാണ്. ആ ചെറുപ്പക്കാരെ സംബന്ധിച്ചിട്ട് അവർക്കുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിന് ആര് നേതൃത്വം കൊടുക്കും? അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഇവിടെ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രസക്തി വരുന്നത്. പക്ഷേ ആ ഇന്ത്യ സഖ്യത്തിൽ ഉള്ള ഘടകകക്ഷികൾക്ക് തന്നെ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളോട് എതിർപ്പുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയോടും മല്ലികാർജ്ജുൻ ഖാർഗെയോടും ഒക്കെ എതിർപ്പുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമല്ലേ. മോദി മീഡിയ എന്ന് പറയുന്നൊരു മീഡിയ ഉണ്ട്, അതായത് മോദിക്ക് സ്തുതി പാടിക്കൊണ്ടിരിക്കുന്ന ഒരു മീഡിയ. ഈ മീഡിയ മറച്ചു വെച്ചിരിക്കുന്ന പല സത്യങ്ങളും ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ചർച്ചയ്ക്ക് വരുന്നത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചൊരു വലിയ വെല്ലുവിളിയാണത്. നമസ്കാരം. പാറ്റകളാണല്ലോ ഇപ്പം ട്രെൻഡിങ്. ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നൊരു നിസാര മൂവ്മെൻ്റ് അല്ല. നമുക്ക് ഈ പാറ്റകളുടെ ഒരു ജനറൽ നേച്ചർ അറിയാം. ജുറാസിക് കാലം മുതലേ ഉള്ള പരാന്ന ഭോജന ടൈപ്പ്. ഇവരൊരു സൈഡിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കും തോറും മറ്റു സൈഡിൽ എണ്ണം പെരുകി വരുന്ന ഒരു നേച്ചറുള്ളൊരു ജീവിയാണ്. അപ്പം ഇപ്പം ഇന്ത്യയിലെ നിലവിലെ അവസ്ഥ അങ്ങനെയാണ്. ഒരു കൂട്ടം പാറ്റകൾ ഇളകിയിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് ഇപ്പം ഇല്ലാത്തതൊരു നേതൃത്വമാണെന്ന് വേണമെങ്കിൽ പറയാം. അവർ ലക്ഷ്യം വെക്കുന്നത് ആരെയാണോ എന്തോ അവർക്കെതിരെ എന്തായാലും ഭരണകൂടം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇപ്പം ഈ മൂവ്മെൻറ്റിനെ ആരാണ് ശരിക്കും ഒരു ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് ഈ അവസരം പ്രയോജനപ്പെടുത്തേണ്ടത്? ശരിക്കും ഒരുപാട് റൂമറുകൾ ആര് കോക്രോച്ചുകളെ നയിക്കും എന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ പ്രശാന്ത് കിഷോറിൻ്റെ ഒരു ടാർജറ്റാണ് ഈ ഒരു ട്രെൻഡ് സെറ്റിങ് എന്ന രീതിയിലൊക്കെയുള്ള ഒരു പ്രചരണം വരുന്നുണ്ട്. അത് വെറും പ്രചരണം മാത്രമാണോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അഭിജിത്ത് വ്യക്തമാക്കിയെന്ന സമയത്ത് മാത്രമേ നമുക്കിത് മനസ്സിലാകത്തുള്ളൂ. കാരണം ഇത് സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജി നടത്തിയ ഒരു കമൻറ്റും ആ കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മുൻ AAPയുടെ സോഷ്യൽ മീഡിയയൊക്കെ നോക്കിക്കൊണ്ടിരുന്ന അഭിജിത്ത് എന്നാണ് എനിക്ക് പേര് കിട്ടുന്നില്ല കറക്റ്റായിട്ട്. അപ്പോൾ ഈ അഭിജിത്തിൻ്റെ തോന്നിയൊരു ആശയമാണ്. ആ ആശയത്തെ തുടർന്ന് ഇപ്പോൾ കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോ ഒക്കെ പറയുന്നത് 57% പാകിസ്ഥാനികളാണ് ഈ ഒരു ഇൻസ്റ്റാഗ്രാമിനകത്തുള്ളതെന്ന് പറയുന്നു. ഇപ്പോൾ 2 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എന്നാണ് അറിയാൻ സാധിച്ചത്. അവരുടെ വെബ്സൈറ്റ് പുട്ടിയതായിട്ട് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ജൻസികൾക്കിടയിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, അവർക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഈ ജൻസികൾക്ക് എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് താല്പര്യം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അലസമായി നടക്കുന്ന ഒരു തലമുറയെ ഇവിടെ സൃഷ്ടിച്ചതാര് എന്നൊരു ചോദ്യമുണ്ട്. അലസമായിട്ട് നടക്കുന്ന ഒരു തലമുറ ഇവിടെ സൃഷ്ടിച്ചതാരെന്ന്. അതിനകത്ത് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ഏറ്റവും കൂടുതലായിട്ടുള്ളത് നമ്മളുടെ മാനവ വിഭവശേഷി മന്ത്രാലയത്തിനാണ്. അവർ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തു പോയിരുന്നുവെങ്കിൽ, കാര്യങ്ങളെ കൃത്യമായിട്ട് പഠിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ ഇത്രയും വലിയൊരു അൺഎംപ്ലോയ്മെൻറ്റ് ഇന്ത്യയിൽ ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഈ അൺഎംപ്ലോയ്മെൻറ്റിൽ നിന്നാണ് ഇവിടെ ഒരു അരക്ഷിതാവസ്ഥ ഉയർന്നു വന്നിരിക്കുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ ചെറിയ ചെറിയ ജോലികളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാർ കൂടുതലായിട്ടുള്ളൊരു അരക്ഷിതാവസ്ഥയിലേക്ക് വരാത്തത്. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു, കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മളെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് 18 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള ആളുകളെ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് അവരിന്നും പേരൻസിൻ്റെ ചിലവിലാണ് കഴിഞ്ഞു പോകുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് അവർക്ക് സേഫായിട്ടുള്ള ഒരു തൊഴിൽ ഇടം കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാവരുടെ ഇടയിലും ഒരു സുരക്ഷിതമല്ല തങ്ങളുടെ ജീവിതം എന്നൊരു തോന്നലുണ്ട്. ആ തോന്നലുകൾ തന്നെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഈ ലഹരി കൂടുതലായിട്ട് വർദ്ധിക്കാനായിട്ടുണ്ടായൊരു സാഹചര്യം എന്നുകൂടി നമ്മുടെ ഭരണാധികാരികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ ദേശീയ തലത്തിൽ തന്നെ തങ്ങൾക്ക് ജീവിക്കാനുള്ള തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറുപ്പക്കാർ ഒത്തുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇതിനകത്ത് പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമുണ്ട്. രാഷ്ട്രീയമാണ് ഇതിനകത്ത് വിഷയമെങ്കിൽ നമ്മൾ പേടിക്കേണ്ടതില്ല. പക്ഷേ രാഷ്ട്രീയത്തിനപ്പുറത്ത് നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് മറ്റേതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഇടപെടലുകൾ ഇതിനകത്തുണ്ടോ? അതുകൂടാതെ തന്നെ ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ നിയമ സംവിധാനങ്ങളെ തകിടം മറിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും വിദേശ ശക്തികളുടെ കൈകൾ ഇതിൻ്റെ പിറകിലുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏതൊക്കെയായാലും ഈ ഒരു ആശയം വളരെ വലിയ രീതിയിലാണ് ഇന്ത്യയിൽ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ജൻസികൾ. കാരണം ഞാൻ പറഞ്ഞത്, കാരണം ഇത് സ്വാഭാവികമായിട്ടും ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ട്രെൻഡിൻ്റെ പുറകെ ഒരു ഒഴുക്കുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ
ബാലിശമായിട്ടുള്ള ചില അഭിപ്രായങ്ങളൊക്കെയാണ് ഈ കോക്രോച്ച് പാർട്ടിയുടെ ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ തന്നെയും യുവജനങ്ങൾ അവരുടെ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാക്കി ഇതിനെ മാറ്റും. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ആരുത്തരം പറയേണ്ടി വരും? ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ഉത്തരം പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ മോദി മീഡിയ എന്ന് പറയുന്നൊരു മീഡിയ ഉണ്ട്, അതായത് മോദിക്ക് സ്തുതി പാടിക്കൊണ്ടിരിക്കുന്ന ഒരു മീഡിയ. ഈ മീഡിയ മറച്ചു വെച്ചിരിക്കുന്ന പല സത്യങ്ങളും ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ചർച്ചയ്ക്ക് വരുന്നത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണത്, വലിയ പ്രശ്നമാണത്. കാരണം ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷം ശക്തമല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് BJP കഴിഞ്ഞ 12 വർഷമായിട്ട് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പം രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു പ്രതിപക്ഷ സമരം ഇപ്പം വിവിധ പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളെ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്താൻ സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ആര് നയിക്കും ഈ കോക്രോച്ചുകളെ എന്നുള്ളതാണ്. കോക്രോച്ചുകൾ എന്ന് പറയുന്നത് പല പാർട്ടികളിൽ പെട്ടുകിടക്കുന്ന ആളുകളാണ്. ഈ കോക്രോച്ചുകളെ എല്ലാം കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് ആർക്ക് സാധിക്കും? അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഇവിടെ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രസക്തി വരുന്നത്. പക്ഷേ ആ ഇന്ത്യ സഖ്യത്തിൽ ഉള്ള ഘടകകക്ഷികൾക്ക് തന്നെ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളോട് എതിർപ്പുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയോടും മല്ലികാർജ്ജുൻ ഖാർഗെയോടും ഒക്കെ എതിർപ്പുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമല്ലേ? കഴിഞ്ഞ ദിവസം തന്നെ ഉദയനിധി സ്റ്റാലിൻ എന്താണ് ചെന്നൈയിൽ പറഞ്ഞിട്ടുള്ളത്? വലിയൊരു റാലിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റാത്തൊരു പാർട്ടിയാണ് ഇന്ത്യയിൽ BJP വളരാനായിട്ടുള്ള കാരണം ഞാൻ കരുതിയിരുന്നത്, അതായത് ഉദയനിധി സ്റ്റാലിൻ കരുതിയിരുന്നത് മോദിയും അമിത്ഷായുമാണെന്നാണ്. പക്ഷേ അവരല്ല കാരണം. ഇന്ത്യയിൽ BJP വളരാനായിട്ടുള്ള കാരണം കോൺഗ്രസ് ആണ് എന്ന് പരസ്യമായിട്ട് തുറന്നടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കഴിഞ്ഞ 20 വർഷക്കാലം തങ്ങളുടെ ചെല്ലിലും ചെലവിലും കഴിഞ്ഞിരുന്ന ഒരു പാർട്ടി ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മറുകണ്ഠം ചാടി 5 സീറ്റുകൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് DMK പ്രവർത്തകരുടെ കൂടി വോട്ട് നേടിയിട്ടാണ് വിജയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ CPM പുറത്തുനിന്നാണ് പിന്തുണയ്ക്കുന്നത്. അവർ മന്ത്രിസഭയിൽ ചേരുന്നില്ല. അവർ ഒരു രാഷ്ട്രീയ മര്യാദ കാണിച്ചു എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് കൃത്യമായൊരു ബഹുമാനം DMK നൽകുന്നുണ്ട്. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘപരിവാർ രാഷ്ട്രീയത്തോട് അല്ലെങ്കിൽ BJP രാഷ്ട്രീയത്തോട് സന്ധി ചെയ്യാൻ വേണ്ടിയിട്ട് DMK തയ്യാറല്ല എന്നുകൂടിയാണ് കോൺഗ്രസിനെ തള്ളി പറയുന്ന സമയത്തും. ഇത് കൂടാതെ തന്നെ അഖിലേഷ് യാദവ് കോൺഗ്രസുമായിട്ടുള്ള ബന്ധം UP ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുശേഷം മറ്റ് പ്രാദേശിക ഘടകകക്ഷികളുമായി ചേർന്നുകൊണ്ട് UP ഭരണം എന്തു വില കൊടുത്തും പിടിച്ചെടുക്കണം എന്നുള്ള ഒരു വലിയ ദിശാബോധത്തോടു കൂടിയിട്ടാണ് അഖിലേഷ് യാദവ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അഖിലേഷ് യാദവിനെ കോൺഗ്രസിനെ ഒരിക്കലും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതോടൊപ്പം തന്നെ തേജസ്വി യാദവ് ബീഹാറിൽ ഇനി കോൺഗ്രസിൻ്റെ കൂടെയുള്ള ഒരു സഖ്യത്തെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുമോ എന്ന് തന്നെ സംശയമാണ്. കാരണം കോൺഗ്രസിൽ ആളുകൾക്ക് വിശ്വാസമില്ലാണ്ടായ ആളുകൾക്കല്ല, പ്രാദേശിക ഘടകകക്ഷി നേതാക്കന്മാർക്ക് വിശ്വാസമില്ലാതായിരിക്കുന്നു. കാരണം അവസരവാദ കൂട്ടുകെട്ടുകൾ, ആ അവസരവാദ കൂട്ടുകെട്ടിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് TVK ആയിട്ട് ഇപ്പോൾ കൂടിയിരിക്കുന്ന ഒരു കൂട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് DMK എന്താണ് പറയുന്നത്? DMK ആയിട്ട് സംസാരിച്ചിട്ട് വേണമെങ്കിൽ അവർക്ക് പുറത്തുനിന്ന് പിന്തുണയ്ക്കാമായിരുന്നു. പക്ഷേ അധികാരത്തിന് വേണ്ടിയിട്ട്, 2 മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയിട്ട് 20 വർഷക്കാലം ഉണ്ടായിരുന്ന ഒരു അലയൻസ് ഒരു രാത്രി കൊണ്ട് ഇല്ലാതാക്കിയിട്ടാണ് മറുകണ്ഠം ചാടുന്നതെന്ന് നോക്കണം. അതിനകത്തൊക്കെ എന്ത് രാഷ്ട്രീയ നീതിയാണുള്ളത്? അപ്പോൾ ഈ ഒരു കാര്യം മാത്രം മതി അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് കോൺഗ്രസിന് മേലുള്ള വിശ്വാസം നശിച്ചു പോകാൻ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും TMCയുടെ അവസ്ഥ എന്താണ്? TMC കോൺഗ്രസിനെ വിശ്വസിക്കുകയോ? കാരണം TMC BJPയേക്കാൾ വലിയ പാർട്ടിയാണ് വെസ്റ്റ് ബംഗാളിൽ എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അവിടെ TMC ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിയുണ്ട് എന്ന് മമതാ ബാനർജി പറയുന്ന സമയത്തേക്ക് ദേശീയ തലത്തിൽ ഇത് ഉന്നയിച്ചു കൊണ്ടുവരാനായിട്ട് ആരാണുള്ളത്? ഏത് നേതാവാണുള്ളത്? നാഷണൽ മീഡിയ ശ്രദ്ധിക്കത്തക്ക രീതിയിൽ ഒരു കമൻറ്റ് പറയാനെങ്കിലും ഏതെങ്കിലും ഒരു നേതാവ് ദേശീയ തലത്തിൽ പ്രതിപക്ഷ സഖ്യത്തിനകത്തുണ്ടോ? നേരത്തെ ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. അവരുടെ ആരുടെയും സ്വരം ഇന്ന് ഉയരുന്നില്ലല്ലോ. ആ സ്വരങ്ങളെയൊക്കെ അടിച്ചമർത്താനായിട്ട് ആർക്ക് സാധിച്ചിട്ടുണ്ട്? BJPക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കോക്രോച്ചുകളെ സംബന്ധിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് അവർ, അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ചെറുപ്പക്കാരാണ്, ഇവിടുത്തെ തൊഴിലില്ലായ്മ നേരിടുന്ന ചെറുപ്പക്കാരാണ്. ആ ചെറുപ്പക്കാരെ സംബന്ധിച്ചിട്ട് അവർക്കുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിന് ആര് നേതൃത്വം കൊടുക്കും? വലിയ ഒരു പ്രതിഷേധ സ്വരം ഇന്ത്യയിലുണ്ട് എന്നുള്ളത് വ്യക്തമാക്കി തരുന്നതാണ് ഈ കോക്രോച്ചുകളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത്. ഈ സാധ്യത ആരെങ്കിലും മുതലാക്കണം. ഈ സാധ്യത ആര് മുതലാക്കും? ഇപ്പോൾ പ്രശാന്ത് കിഷോറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ പറയുന്നുണ്ട്. പക്ഷേ പ്രശാന്ത് കിഷോറിനൊക്കെയുള്ള ഒരുപാട് പരിമിതികളുണ്ട് പ്രശാന്ത് കിഷോറിനെയൊക്കെ സംബന്ധിച്ചിട്ട്. അദ്ദേഹത്തിന് ഉയർത്തുന്ന ആശയങ്ങളൊക്കെ ദേശീയ തലത്തിൽ എത്രത്തോളം പ്രസക്തമാകും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇതിപ്പം നമ്മൾ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞ കാര്യമാണ്. കോൺഗ്രസ് എന്തുകൊണ്ടാണ് ദേശീയ തലത്തിൽ വിവിധ വകുപ്പുകളിലെ നയരൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമ്മേളനം പോലും നടത്താത്തത്?
ഒരു നയപ്രഖ്യാപനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. കാരണം പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണെങ്കിലും തങ്ങൾ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ തങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു നയപ്രഖ്യാപനം നടത്താൻ അല്ലെങ്കിൽ ഒരു നയരൂപീകരണം നടത്താൻ എന്തുകൊണ്ട് കോൺഗ്രസിന് സാധിക്കുന്നില്ല? പലപ്പോഴും പലരും പറയും നെഹ്റുവിയൻ ആശയങ്ങളുമായിട്ടാണ് കോൺഗ്രസ് മുൻപോട്ട് പോകുന്നത്. നെഹ്റുവിയൻ ആശയങ്ങൾ എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിന് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരുപാട് പദ്ധതികളും പരിപാടികളും ഒക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള ഒരു പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാനായിട്ട് എന്തുകൊണ്ട് കോൺഗ്രസിന് സാധിക്കുന്നില്ല? ഈ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുന്നത് പോലും വലിയ രീതിയിൽ ദേശീയ തലത്തിലൊരു പ്രക്ഷോഭമാക്കി ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് ആർക്ക് സാധിക്കുന്നില്ല? കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് കോൺഗ്രസ് ദേശീയ തലത്തിൽ ഒരു പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ ഒരു പരാജയമാണ് എന്ന് സ്വയം സമ്മതിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഒരു പ്രതിപക്ഷമില്ലാത്ത ഒരു രാജ്യത്ത് കോക്രോച്ചുകൾ ഉയർന്നു വരുന്നു. ഈ കോക്രോച്ചുകളെ നയിക്കാൻ ആര് വരും എന്നാണ് നമുക്കറിയാൻ സാധിക്കാത്തത്. ആരുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഇനിയിപ്പോൾ ഉദയനിധി സ്റ്റാലിൻ വരും. ഒരു തലമുറ മാറ്റം ഇവിടെ നമ്മൾക്ക് ദൃശ്യമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ. കാരണം അഖിലേഷ് യാദവ്, അതോടൊപ്പം തന്നെ തേജസ്വി യാദവ്, ഉദയനിധി സ്റ്റാലിൻ, എന്തിനേറെ പറയുന്നു വിജയ്, ഈ കേരളത്തിൽ തന്നെ തലമുറ മാറ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ ദേശീയ തലത്തിൽ ഇതിനെയൊക്കെ ഏകോപിപ്പിക്കാൻ സാധിക്കുന്ന ഒരു നേതൃത്വം ഇല്ല എന്നുള്ളത് തന്നെയാണ് BJPയുടെ ഒരു നേട്ടം, അല്ലെങ്കിൽ BJPയുടെ ഒരു ആത്മവിശ്വാസം എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. ഈ കോക്രോച്ചുകളെ നയിക്കാൻ പുതിയൊരു നേതാവ് ദേശീയ തലത്തിൽ ഉയർന്നു വരേണ്ടതുണ്ട്. ആ നേതാവിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം എന്ന് മാത്രമേ ഈ അവസരത്തിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. അതല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടതുപക്ഷ ഐക്യമോ സോഷ്യലിസ്റ്റ് ഇടതുപക്ഷ ഐക്യമോ ഒക്കെ ദേശീയ തലത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് ഉത്തരവാദിത്തപ്പെട്ട യുവജന സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ആലോചിച്ച് തുടങ്ങണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭ്യർത്ഥന.